ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് ശേഷവും തലമുറകളായി പല ഭരണാധികാരികളും അദ്ദേഹത്തെ തങ്ങളുടെ മാതൃകയായി വിശേഷിപ്പിക്കുക. മഹാത്മാഗാന്ധി അത് പറഞ്ഞിട്ടുണ്ട്, ബറാക്ക് ഒബാമ പറഞ്ഞു, കെജ്രിവാൾ പറഞ്ഞു. എന്തായിരിക്കും ആ ഭരണാധികാരിയുടെ ജീവിതം? എന്തായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കാലാധിവർത്തിയായി തലമുറകൾക്ക് മാതൃകാ ഭരണാധികാരിയായി നിലനിർത്തിയത്? ഖലീഫ ഉമറിൻ്റെ ജീവിതത്തിൽ നിന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ ഉദ്ധരിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഒന്നാമത്തേത്, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ ഒരു കൂട്ടം ഒട്ടകം ഇങ്ങനെ നടന്നു പോകുന്നു. കൂട്ടത്തിൽ ഒരു ഒട്ടകത്തിന് മാത്രം നല്ല വലിപ്പവും ആരോഗ്യവും സാധാരണയിൽ കവിഞ്ഞ ശരീരപുഷ്ടിയും ഒക്കെ ശ്രദ്ധിച്ചു. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, ആരുടേതാണ് ആ ഒരൊട്ടകം? അവർ പറഞ്ഞു, അത് താങ്കളുടെ മകൻ അബ്ദുള്ളയുടേതാണ്. എല്ലാവരും ആ ഒട്ടകത്തെ കാണുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കും. അതാണ് അതിൻ്റെ ഈ ശരീര പുഷ്ടിക്ക് കാരണം. ഖലീഫ ഉമർ മകനെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ പിതാവ് ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ നിന്റെ ഒട്ടകത്തിന് ഇത്തരം ഒരു പരിഗണനയും ഭക്ഷണവും ലഭിക്കുമായിരുന്നില്ല. നീ എൻ്റെ മകനായതുകൊണ്ടാണ് അതിനത് ലഭിച്ചത്. എൻ്റെ സ്വാധീനം നിന്റെ ഒട്ടകത്തിന് ഭക്ഷണം കിട്ടാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ ഒട്ടകത്തേക്കാൾ അധികം കിട്ടുന്ന പൈസ നീ ഖജനാവിലേക്ക് അടച്ചേക്കണം. അത് നിനക്കുള്ളതല്ല. ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സൂക്ഷ്മതയുടെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. മറ്റൊരു സംഭവം, ഒരു ജൂതൻ അദ്ദേഹത്തിൻ്റെ മകനുമായി ഖലീഫ ഉമറിൻ്റെ അടുക്കൽ പരാതിയുമായെത്തി. ഗവർണറുടെ മകൻ ജൂതൻ്റെ മകനെ അടിച്ചിരിക്കുന്നു. പരാതി കേട്ട ഖലീഫ ഉമർ ഗവർണറോട് തന്നെ വന്ന് കാണാനും വരുമ്പോൾ മകനെയും കൂടി കൂട്ടാൻ പറഞ്ഞു. വിചാരണ നടന്നു. ആരോപണം സത്യമാണെന്ന് മനസ്സിലായി. ഖലീഫ ജൂതൻ്റെ മകനോട് പറഞ്ഞു, ഗവർണറുടെ മകനെ അടിക്കുക. നിന്നെ എങ്ങനെയാണ് അടിച്ചത് അതുപോലെ തിരിച്ചടിക്കുക. ആ തിരിച്ചടിയും കഴിഞ്ഞു. ഇത്രയുമായാൽ അതൊരു സാധാരണ സംഭവം മാത്രമാണ്. പക്ഷേ ഖലീഫ ഉമറിൻ്റെ അടുത്ത ഉത്തരവാണ് അദ്ദേഹത്തെ ലോകത്ത് വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇനി ഗവർണറെയും അടിക്കുക. ഗവർണർ സാധാരണക്കാരനല്ല. അംർ ബിൻ ആസ് ഖലീഫ ഉമറിനെ പോലെ പ്രവാചകനോടൊപ്പം പ്രവാചക അനുചരനായി ജീവിച്ച പ്രമുഖനായ സഹാബി. അദ്ദേഹമായിരുന്നു ഈജിപ്തിലെ ഗവർണർ. അദ്ദേഹത്തെ അടിക്കാനാണ് ഖലീഫ ഉമർ ആജ്ഞാപിച്ചത്. ഇത് കേട്ട ജൂത യുവാവിൻ്റെ പിതാവ് ഇടപെട്ടു. എൻ്റെ മകനെ അടിച്ചു, അവൻ തിരിച്ചടിച്ചു, അവിടെ പ്രശ്നം അവസാനിച്ചു, ഇനി എന്തിനാണ് ഗവർണറെ അടിക്കുന്നത്? അതിന് ഖലീഫ ഉമർ പറഞ്ഞ മറുപടി ഇതായിരുന്നു, പിതാവ് ഗവർണറാണ് എന്ന അഹങ്കാരമാണ് മകൻ ഒരു മനുഷ്യനെ മർദ്ദിക്കാൻ കാരണമായത്. അതുകൊണ്ട് പിതാവായ ഗവർണർക്കും കിട്ടട്ടെ എന്നായിരുന്നു ഖലീഫ ഉമറിൻ്റെ വിധി. നീതിയുടെ നിദർശനമായിരുന്നു ഖലീഫ ഉമർ. ലോകത്ത് മറ്റൊരു ഭരണാധികാരിക്കും അതിനു മുമ്പോ അതിനുശേഷമോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം നീതിയെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയ വ്യക്തിയായിരുന്നു ഖലീഫ ഉമർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എക്കാലത്തും ഭരണാധികാരികൾക്ക് മാതൃകയായി നിലനിൽക്കുന്നത്. നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് മുമ്പിലേക്കാണോ പുറകിലേക്കാണോ പോയത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.